ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് നിരോധനം വന്നതോടെ വിപണിയിലെത്തിയ പ്ലാസ്റ്റിക് മുക്ത കമ്പോസ്റ്റബിൾ ക്യാരി ബാഗുകളിലും വ്യാജന്മാർ സജീവമാകുന്നു. ഇത് തടയാൻ ഡൈക്ലോറോമീഥൈൻ ലായനി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി നഗരത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വ്യാജ QR കോഡ് പതിച്ച പ്ലാസ്റ്റിക് അടങ്ങിയ ക്യാരി ബാഗുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ പുറത്തിറക്കുന്ന QR കോഡ് പതിച്ച കമ്പോസ്റ്റബിൾ ക്യാരി ബാഗുകൾക്ക് സമാനമായ വ്യാജ ബാഗുകളാണ് വിപണിയിൽ വ്യാപകമായി വിൽക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി. യഥാർത്ഥ കമ്പോസ്റ്റബിൾ ക്യാരി ബാഗുകളിൽ നിർമ്മാണത്തിനുപയോഗിച്ച വസ്തുക്കളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന QR കോഡ് പതിപ്പിച്ചിരിക്കും. പരിശോധനയ്ക്കിടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ QR കോഡ് സ്കാൻ ചെയ്താണ് ബാഗിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ഇതേ മാതൃകയിൽ നിരവധി കമ്പനികളുടെ വ്യാജ QR കോഡുകൾ പതിപ്പിച്ച പ്ലാസ്റ്റിക് ബാഗുകളും വിപണിയിലെത്തിയിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി. QR കോഡ് പരിശോധിക്കുന്നതിനൊപ്പം ഡൈക്ലോറോമീഥൈൻ രാസലായനിയിൽ മുക്കിയും ബാഗുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ട്. യഥാർത്ഥ പ്ലാസ്റ്റിക് മുക്ത ക്യാരി ബാഗുകൾ ലായനിയിൽ ലയിക്കുമ്പോൾ പ്ലാസ്റ്റിക് അടങ്ങിയ വ്യാജ ബാഗുകൾ ലയിക്കാതെ അതേപടി നിലനിൽക്കും. ഇത്തരം ബാഗുകൾ പിടിച്ചെടുക്കുകയും വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെ പിഴയുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഇരിട്ടി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ പറഞ്ഞു. ഈ കമ്പോസ്റ്റബിൾ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗിന്റെ ഓൾട്ടർനേറ്റീവ് സംവിധാനം വന്നു. അപ്പോൾ അത് പരിശോധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പരിശോധന നടത്തുക. അപ്പോൾ QR കോഡ് പരിശോധിച്ചാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി കൊടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് കമ്പനിയാണ് ഉപയോഗിക്കുന്നത്, നിർമ്മിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധന നടത്തുമ്പോൾ ഏകദേശം വരുന്ന 3/4 ഭാഗത്തോളം കമ്പനികൾ ഈ അംഗീകൃതമായ CPCB സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. പിന്നെ അതിലൊരു സംശയം വന്നു, ഇത്രയും കമ്പനികൾക്ക് സർക്കാർ അനുമതി കൊടുത്തിട്ടുമില്ല. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതിലും വ്യാജന്മാർ വന്നിട്ടുണ്ട്. അതായത് ഈ QR കോഡ് തെറ്റായ രീതിയിൽ അവരെ മോഷ്ടിച്ച് അവരുടെ കമ്പനിയുടെ പേര് വെച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് പരിശോധന പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഡൈക്ലോറോമീഥൈൻ എന്ന് പറയുന്ന ഈ ലായനി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഒറിജിനാലിറ്റി നമ്മൾ പരിശോധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.